പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സമസ്ത വാർഷിക പരീക്ഷ 9ാം ക്ലാസ് ഫിഖ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യപേപ്പറും പരിചയപ്പെടുത്തുന്ന വളരെ ഗുണകരമായ ഉപകാരപ്രദമായ വീഡിയോയാണ്. മുഴുവനായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക. നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ഫിഖിൻ്റെ വിഷയങ്ങളെല്ലാം എളുപ്പത്തിൽ മനസ്സിലാക്കുകയും ചെയ്യാം. ആദ്യം നമ്മൾ മോഡൽ ചോദ്യപേപ്പർ പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് കാണാം. വഫിക്ക് ചേരുംപടി ചേർക്കാനാണ്. 6 ചോദ്യങ്ങളുണ്ട്. ഉത്തരം ഡിസോർഡറായി പുറത്തുണ്ട്. ഓരോ ചോദ്യങ്ങൾക്കും ശരിയായത് നേരെ എഴുതി കൊടുക്കണം. ഒന്നാമത്തത് വഹല്ലല്ലാഹുൽ ബൈഅ, കച്ചവടത്തെ അള്ളാഹു ഹലാലാക്കി. വഹറമ റിബ, പലിശയെ അള്ളാഹു ഹറാമാക്കി. ഇതാണ് ചോദിച്ചത്. അടുത്തത് എരിബൽ ഫളിൽ ഹുവ, അത് സിയാദത്തു അഹലിൽ ഇവലൈന്, പകരമാക്കുന്ന രണ്ടെണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൽ അല്പം വർധനവുണ്ടാവലാണ്. ഞാൻ നിങ്ങൾക്കൊരു സാധനം തരുന്നു, പകരം നിങ്ങൾ എനിക്കൊരു സാധനവും തരുന്നു. അതാണ് പകരമാക്കുന്ന 2 വസ്തുക്കൾ. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എനിക്ക് തരുന്നതോ ഞാൻ നിങ്ങൾക്ക് തരുന്നതിലോ ഏതെങ്കിലും ഒന്നിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അവിടെ പലിശ വരും. ആ പലിശ റിബൽ ഫളിലാണ്. മൂന്നാമത്തത് ബൈഉ ഷൈഇൻ, ഒരു വസ്തുവിനെ വിൽക്കുക. മൗസൂഫിൻ, അതിൻ്റെ വിശേഷണങ്ങൾ പറഞ്ഞ് ഇത്ര വലിപ്പമുണ്ട്, ഇത്ര നീളമുണ്ട്, ഇതാണതിൻ്റെ കളറ് എന്നൊക്കെ പറഞ്ഞ് ഒരു വസ്തുവിനെ വിൽക്കുക. ഫി ദിമ്മത്തിന്, ഉത്തരവാദിത്തത്തിലുള്ള ഒരു വസ്തു തന്നെയാണ്. അതിൻ്റെ ഗുണങ്ങളും വിശേഷണങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള കച്ചവടം, അതാണ് സലമ് കച്ചവടം എന്ന് പറയുന്നത്. നാലാമത്തത് അൻവാ ഉൽ ഖിയാർ, ഖിയാർ മജ്ലിസിൻ്റെ ഇനങ്ങൾ എത്രയാണ്? നമുക്ക് കച്ചവടം വേണോ വേണ്ടേ എന്ന് വെക്കാൻ ചോയ്സ് എത്ര ഘട്ടങ്ങളിൽ ലഭിക്കും? സലാസത്തൻ, 3 ഘട്ടങ്ങളിലായി നമുക്ക് കച്ചവടം വേണോ വേണ്ടോ എന്ന് വെക്കാനുള്ള അവസരം ഉണ്ട്. 3 ഘട്ടങ്ങളിലായിട്ടുണ്ട്. അഞ്ചാമത്തത് ലാ യജൂസു ബൈഉ സമറത്തി, ഫലത്തെ വിൽക്കൽ അനുവദനീയമല്ല. ഇല്ലാ ബഅദ ബുദൂവി സലായിഹ, അതിൻ്റെ നന്മ വെളിവായിട്ടല്ലാതെ ഒരു പഴത്തെയും വിൽക്കാൻ പറ്റില്ല. ഇപ്പം മാങ്ങ ഇപ്പോൾ പൂക്കുന്ന കാലമാണ്. ഈ പൂക്കുന്ന സമയത്ത് പൂവിട്ടിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ആൾക്കാർ വന്ന് കച്ചവടം, ഇത് ഞാൻ 10,000 രൂപയ്ക്ക് ഞാൻ എടുത്തോളാം, അത് കായായിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെ വിൽക്കാൻ പറ്റില്ല. കുറച്ചൊക്കെ കായായി കുറച്ചൊക്കെ മൂത്ത് കഴിഞ്ഞാലാണത് നിലനിൽപ്പുണ്ടോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? അല്ലാതെ കച്ചവടം നടത്തിയാൽ അതിൻ്റെ ഇടയിൽ വെച്ച് പൂവെല്ലാം കരിഞ്ഞു പോയാലോ? അപ്പോൾ അതിൻ്റെ നന്മ വെളിവായാൽ മാത്രമേ അത് അല്പമൊക്കെ ഒരു പാകം എത്തിക്കഴിഞ്ഞാലാണ് വിൽക്കാൻ പറ്റുക. അൽ ഖർളു, കടം കൊടുക്കുക എന്നുള്ളത് സുന്നത്താണ്, നല്ല കാര്യമാണ്. പാവപ്പെട്ട ആളുകൾക്കൊക്കെ പണം ഉണ്ടെങ്കിൽ കടം കൊടുക്കുക എന്നുള്ളത്, കൊടുത്താൽ വേഗം തിരിച്ചു കൊടുക്കുകയും വേണം. രണ്ടാമത്തത് തമ്മീം പൂർത്തിയാക്കാനാണ്. അതിലൊന്നാമത്തത് ഇത് എഴുതേണ്ടത് അറബിയിലാണ്. അതുകൊണ്ട് പാഠം നന്നായി വായിക്കണം, അറബി അർത്ഥം വെച്ച് പഠിക്കണം. ഇനി അറബി അറിയില്ലെങ്കിൽ അതിൻ്റെ ആശയം മലയാളത്തിൽ എഴുതി കൊടുക്കുക. ഉസ്താദിൻ്റെ മനസ്സനുസരിച്ച് നമുക്ക് മാർക്ക് കിട്ടും. 1, വല്ലാഹു ഫി ഔനിൽ അബുദി, അള്ളാഹു തൻ്റെ അടിമയെ സഹായിക്കുന്നതിലാണ്. മാദാമൽ അബുദു ഫി ഔനി അഹീഹി, ഒരടിമ തൻ്റെ നാട്ടിലുള്ള സഹോദരനെ സഹായിക്കുന്നിടത്തോളം കാലം അള്ളാഹു ആ അടിമയെ സഹായിക്കുന്നതിലാണ്. അതാണ് അതിൻ്റെ ആശയം. 2, ഇഷ്തറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വആമ മിനൽ യഹൂദ്, ജൂതനിൽ നിന്ന് നബിതങ്ങൾ ഭക്ഷണം വാങ്ങി. ഇലാ അജലിൻ, ഒരവധി വരെ, ഒരു കാലത്തേക്ക്. വറഹനഹു ദിർഅല്ലഹു മിൻ ഹദീദിൻ, നബിയുടെ ഇരുമ്പിനാലുള്ള പടയെങ്കി നബിതങ്ങൾ ആ ജൂത സഹോദരൻ്റെ കയ്യിൽ പണയം വെക്കുകയും ചെയ്തു. മൂന്നാമത്തത് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മത്തുലുൽ ഗയ്യി ളുൽമുൻ, കടം വാങ്ങിയിട്ട് ആ കടം തിരിച്ചു കൊടുക്കാനുള്ള പൈസ ഉണ്ടായിട്ടും അതിനെ പിന്തിപ്പിക്കുക എന്നുള്ളത് അക്രമമാണ്. ചുരുക്കി പറഞ്ഞാൽ സമ്പന്നൻ കടത്തെ പിന്തിപ്പിക്കാൻ പാടില്ല, അത് അക്രമമാണ്. വൈദാ ഉത്ബി അഹദുക്കും അലാ മലീഇൻ ഫൽ യത്ബഉഹു, ഇനി ഒരാൾ ഒരു പണക്കാരനെ നിങ്ങളുടെ കടം അയാളെടുത്ത് നിന്ന് വാങ്ങിക്കോ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു തന്നാൽ നമ്മൾ പിന്നെ അയാളോട് ചോദിക്കട്ടെ, അയാളോട് പോയി ചോദിക്കുക. കാരണം നമുക്ക് തരാനുള്ള പണം അയാളെടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്, അപ്പോൾ അയാൾ തരും. അതുകൊണ്ട് അയാളോട് ചോദിക്കുക എന്നതാണ്. അലാ മലീഇൻ ഫൽ യത്ബഉഹു, അയാൾ തുടരട്ടെ, അയാളോട് ചോദിക്കട്ടെ. നാലാമത്തത് കാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ പറഞ്ഞു, വക്കലനി റസൂലുള്ളാഹ്, നബിതങ്ങൾ എന്നെ ഏൽപ്പിച്ചു, ബി ഹിഫ്ളി സക്കാത്തി റമളാന, റമളാ മാസത്തെ സക്കാത്തിനെ സൂക്ഷിക്കാൻ വേണ്ടി നബിതങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്.
ഇപ്പോൾ റമദാനിൽ ഒരുപാട് സക്കാത്തിൻ്റെ മുതൽ കിട്ടും. ആ മുതലൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി നബി തങ്ങൾ എന്നെ ഏൽപ്പിച്ചിരുന്നു. അഞ്ചാമത്തത് മൻ അഹദ ഷിബ്റൻ മിൻ അർളി ളുൽമൻ, അക്രമപരമായി ഒരു ചാൺ ഭൂമി ഒരാൾ കൈവശപ്പെടുത്തിയാൽ ഫൈന്നഹു യുതവ്വഖുഹു യൗമൽ ഖിയാമ മിൻ സബ്ഇ അർളീന, ഖിയാമത്ത് നാളിൽ അള്ളാഹു ഇവൻ കൈവശപ്പെടുത്തിയ ആ ഭൂമിയെ 7 ഭൂമികളിൽ നിന്നായി മാലയാക്കി അവൻ്റെ കഴുത്തിൽ അണിയിക്കും. അത് ചിലപ്പോൾ ഇരുമ്പിൻ്റെ നല്ല കത്തുന്ന മാലയായിരിക്കും. 6 കാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ദിമാഅക്കും, പരസ്പരം രക്തം ചിന്തി കൊലപാതകം നടത്തുക എന്നുള്ളത്. ദിമാഅക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രക്തം, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊലപാതകങ്ങളാണ്. അംവാലക്കും, സമ്പത്തിനെ പിടിച്ച് പറിക്കുക, മറ്റുള്ളവൻ്റെ മുതൽ കൈവശപ്പെടുത്തുക. അയറാലക്കും, മറ്റുള്ളവരുടെ അന്തസ്സിനിക്ക് കോട്ടം വരുത്തുക. ഇതൊക്കെ ഹറാമുന്നലേക്കും, നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയതാണ്. ഇതൊന്നും നിങ്ങൾക്ക് ഹലാലല്ല, വളരെ ഹറാമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി മൂന്നാമത്തത് ഉക്തുബു ഇസ്നൈന്, 2 എഴുതുക എന്നതാണ്. അതിലൊന്ന് അർക്കാനുൽ ഇജാറത്ത്, വാടകയുടെ റുക്നുകൾ. ഇപ്പോൾ നമ്മളൊരു വസ്തുവിന് വാടക കൊടുക്കുകയാണ്. ഇസ്ലാമിൽ അതിനിക്ക് 6 നിബന്ധനകളുണ്ട്. ഈ നിബന്ധനകൾ പാലിച്ചാൽ മാത്രമേ വാടക കൊടുക്കാൻ പറ്റൂ. എന്തൊക്കെ നിബന്ധനകളുണ്ട്? ആദ്യം മുക്കിരി വേണം. മുക്കിരി എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് കൊടുക്കുന്ന ആൾ. മുക്തരിൻ, ആ വാടക സ്വീകരിക്കാൻ ഒരാൾ വേണം. വല്ല മലക്കോ ജിന്നായതുകൊണ്ട് പറ്റില്ല, വാടക സ്വീകരിക്കുന്ന ഒരാൾ വേണം. പിന്നെ ഈജാബ് വേണം, ഞാൻ നിനക്ക് വാടകയ്ക്ക് തന്നു എന്നറിയിക്കുന്ന നിലക്കുള്ള ഈജാബ്. കബൂല്, ഞാനതിനെ കബൂലാക്കുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട് എന്നറിയിക്കുന്ന നിലക്കുള്ള കബൂലിയത്ത് വേണം. പിന്നെ അൽ ഉജ്റത്തു, കൂലി വേണം. കൂലി എന്ന് പറഞ്ഞാൽ വാടക കൊടുക്കുന്നതല്ലേ, അതിനിക്ക് പ്രത്യുപകാരമായി അയാൾക്ക് എന്തെങ്കിലും കിട്ടണം. ഇനി അൽ മംഫഅത്തു, ഉപകാരം ഉണ്ടായിരിക്കണം. വാടക കൊടുക്കുന്ന വസ്തു ഉപകാരം ഉള്ളതായിരിക്കണം. കാരണം നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നത് ക്യാഷിനാണ്. ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന ഒരു സാധനം ഉപകാരമില്ലെങ്കിൽ പിന്നെ എന്തിനു പറ്റും? ഇനി രണ്ടാമത്തത് അർക്കാനു ജഅല, പാരിതോഷികത്തിൻ്റെ റുക്നുകൾ. ഇപ്പോൾ പാരിതോഷികം, എന്തെങ്കിലും ഒരു പ്രവൃത്തി നമ്മൾ അയാൾക്ക് കൊടുത്തിട്ട് അത് അയാൾ ചെയ്യുമ്പോൾ ഇസ്ലാമിൽ പാരിതോഷികമായി കൊടുക്കുക എന്നുള്ളത് നല്ലതാണ്. അപ്പോൾ നമ്മൾ പാരിതോഷികം ഈ പ്രവർത്തനം ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ റുക്നുകൾ വേണം? ജാഇൽ, ഒന്നാമത് പാരിതോഷികം ചെയ്യുന്നയാൾ. ഇങ്ങനെ നിനക്ക് ഈ വിഷയം തരാം, അതിന് ഇന്ന വസ്തു ഞാൻ പാരിതോഷികം തരാം എന്ന് പറയുന്ന ജാഇൽ ഉണ്ടാവണം, പാരിതോഷികം നൽകുന്നയാൾ. പിന്നെ പദമുണ്ടായിരിക്കണം, ഞാൻ ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് നിന്നെ ഞാൻ ഏർപ്പെടുത്തി എന്നറിയിക്കുന്ന, അതെനിക്ക് ഞാൻ നിനക്ക് പാരിതോഷികമായി ഇന്നത് തരും എന്ന നിലക്കുള്ള അറിയിപ്പുണ്ടാവണം. മൂന്നാമത്തത് അൽ ജുഅലു, പിന്നെ പാരിതോഷികം ആയിട്ട് കൊടുക്കുന്ന ആ വസ്തു ഉണ്ടായിരിക്കണം. പിന്നെ അൽ അമൽ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഏൽപ്പിക്കുക. അപ്പോൾ ജോലിയും, അമലെന്ന് പറഞ്ഞാൽ ഒരു ജോലിയും അവിടെ ഉണ്ടാവണം. അപ്പോൾ ഇതൊക്കെ ഇസ്ലാമിലെ പാരിതോഷികത്തിൻ്റെ റുക്നുകളാണ്, മനസ്സിലാക്കി വെക്കുക. ഇനി മൂന്നാമത്തത് അർക്കാനുൽ ആരിയത്തി, വായ്പ കൊടുക്കുന്നതിൻ്റെ റുക്ന്. ഒരാൾക്ക് നമ്മളൊരു സാധനം വായ്പ കൊടുക്കുകയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ നിബന്ധനകൾ? മുഈർ വേണം, വായ്പ കൊടുക്കുന്ന ആൾ വേണ്ടേ. മുസ്തഈർ, വായ്പ സ്വീകരിക്കുന്ന ആൾ വേണ്ടേ. ഇതൊക്കെ എന്ത് എളുപ്പമാണ്. പിന്നെ മുആർ, വായ്പ വസ്തു വേണ്ടേ, ഒരു വസ്തുവിനല്ലേ നമ്മൾ വായ്പ കൊടുക്കുന്നത്. പിന്നെ പദം. അപ്പോൾ ഏത് ഒരു പ്രവൃത്തിയുടെ റുക്നെടുക്കുമ്പോഴും ആ പ്രവൃത്തി ചെയ്യുന്നയാളും അതിനെ സ്വീകരിക്കുന്നയാളും മസ്റ്റാണ്. അപ്പോൾ അത് രണ്ടുമെങ്കിലും നമുക്ക് കൃത്യമായിട്ട് എഴുതി കൊടുക്കാമല്ലോ. ഇവിടെ ആരാണത്? മുഈർ, വായ്പ കൊടുക്കുന്നവനും മുസ്തഈർ, വായ്പയെ സ്വീകരിക്കുന്നവനുമാണ്. നാലാമത്തത് അർക്കാനുൽ ഖിറാൽ, ലാഭക്കൂറ് കച്ചവടം നടത്തണമെങ്കിൽ ഇസ്ലാമിൽ എന്തൊക്കെ നിബന്ധനകളുണ്ട്, ഫർളുകളുണ്ട്, റുക്നുകളുണ്ട്. ഒന്ന് മാലിക്ക്, പൈസ ഇറക്കുന്ന ആൾ വേണം. മെയിനായിട്ട് അതിൻ്റെ പൈസ ഇറക്കുന്ന ഉടമസ്ഥൻ ഉണ്ടാവണം. പിന്നെ ആമിലൊരു ജോലിക്കാരന് വേണം. അൽ മാലു, പൈസ ഇറക്കുന്ന ആളായാൽ മാത്രം പോരാ, പൈസയും വേണം, അതാണ് സമ്പത്ത്. പിന്നെ ഈ പൈസ ഇറക്കുന്ന ആളുണ്ടായതുകൊണ്ട് മാത്രം പോരാ, അൽ അമലു, ഒരു ജോലിയും ഉണ്ടാവണം. എന്നാലാണ് ആ ജോലിക്കാരന് ജോലി എടുക്കാൻ പറ്റൂ. ജോലി എടുത്താൽ മാത്രം പോരാ, കച്ചവടം ചെയ്താലും പോരാ, അതിൽ നിന്ന് റിബ്ഹ്, ലാഭം ഉണ്ടാവണം. എന്നാലല്ലേ ഇവർക്ക് കൂറായിട്ട് ഷെയർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അൽ ഈജാബു വേണം, അൽ കബൂലും വേണം. ഇതാണ് ലാഭക്കൂറ് കച്ചവടത്തിൻ്റെ റുക്നുകൾ. ഇതൊക്കെ വളരെ എളുപ്പമുള്ളതാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി ആറാമത്തത് അജിബ്, ഉത്തരം എഴുതാനാണ്. അൽ മുഫ്ലിസുമൻ, പാപ്പരായ ആളാരാണ്? ഫുള്ള് പാപ്പരായി കിടക്കുന്ന ആൾ. അവന് മൻ അലൈഹി ദൈനുൻ ഹാലുൻ സായിദുൻ അലാ മാലിഹി,
അവൻ്റെ അടുത്ത് ഇപ്പോൾ ആകെ 2 ലക്ഷമേ ഉള്ളൂ. അവനിക്ക് 4 ലക്ഷം അവധി എത്തിയ കടമുണ്ട്. അഥവാ ഇന്നലെ കൊടുക്കാനുള്ള കട അവൻ്റെ അടുത്ത് 4 ലക്ഷത്തിൻ്റെ കടമുണ്ട്. കയ്യിൽ 2 ലക്ഷം ആകെ ഉള്ളൂ. അങ്ങനെ അവധി എത്തിയ കടമുള്ളവനാണ് ആര്? മുഫ്ലിസ്. 2 യബ്റഉൽ വാസിബു ബിമ, തട്ടിയെടുത്ത ആൾ ആ പ്രവൃത്തിയിൽ നിന്ന് എപ്പോഴാണ് ഒഴിവാവുക? ഇപ്പോൾ ഞാൻ നിങ്ങളൊരു സാധനം തട്ടിയെടുത്തു, ഞാൻ എപ്പോഴാണ് ഒഴിവാവുക? എളുപ്പമല്ലേ? യബ്റഉൽ വാസിബ്, തട്ടിയെടുത്തവൻ ഒഴിവാകും. ബി റദ്ദിൽ ഐനി ഇലൽ മാലിക്ക്, ഉടമസ്ഥനിലേക്ക് ആ സാധനം മടക്കി കൊടുത്താൽ മതി. ഞാൻ നിങ്ങളിൽ നിന്ന് തട്ടിപ്പറിച്ചതാണ്, അത് നിങ്ങളിലേക്ക് തന്നെ തന്നാൽ ഞാൻ അതിൽ നിന്ന് ഒഴിവാകും. അതാണ്. 3 മാ ഷർത്ത് മൗഹൂബ്, മൗഹൂബിലുള്ള ഷർത്ത് എന്താണ്? നമ്മൾ സമ്മാനമായി കൊടുക്കുന്നതിലുള്ള ഷർത്ത് കൗനുഹു ഐനൻ യസിഹു ബൈഉഹ, അതൊരു തടിയായിരിക്കണം. യസിഹു ബൈഉഹ, അതിനെ വിൽക്കാൻ പറ്റുന്ന ഒരു വസ്തുവായിരിക്കണം നമ്മൾ ഹിബത്തായിട്ട് സമ്മാനമായി കൊടുക്കുന്നത്. 4 മാതാ യജിബു അലിൽ മുസ്തഗീരി ഇദാ തെലിഫൽ മുസ്തആറു, വായ്പ വാങ്ങിയവൻ്റെ മേൽ വായ്പ വസ്തു നശിച്ചാൽ എന്താണ് നിർബന്ധമാകുന്നത്? ലമാനു ഖീമത്തിൽ മുസ്താരി, അവൻ വായ്പ വാങ്ങിയ ആ വസ്തുവിൻ്റെ വില. വക്ത തെലിഫിൻ, നശിക്കുന്ന സമയത്ത് ആ വായ്പ വസ്തുവിൻ്റെ വില എത്രയാണോ അത് തിരിച്ചു കൊടുക്കണം. അപ്പം വായ്പ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ സമയത്ത് അതിൻ്റെ വില തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. 5 തക്കറുൽ ഉജ്റത്തു ബിമ, കൂലി എന്തുകൊണ്ടാണ് സ്ഥിരപ്പെടുക? പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ബിമുലിയിൽ മുദ്ദത്തി, ഒരു സമയപരിധി കഴിഞ്ഞാൽ, ഒരു സമയം വിട്ട് കടന്നാൽ അവിടെ കൂലി സ്ഥിരപ്പെടും. ജോലി എടുത്താലുള്ള കൂലിയൊക്കെ സ്ഥിരപ്പെടും. ഇനി 6 എൻ അസ്ലുൽ വക്കീലു ബിമ, എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് വക്കീൽ സ്ഥാനഭ്രഷ്ടനാവുക? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എന്നെ ഒരു കാര്യത്തിന് ഏൽപ്പിച്ചു. ഈ ഏൽപ്പിക്കപ്പെട്ട ഞാൻ എങ്ങനെയാണ് എൻ്റെ വക്കീൽ എന്ന സ്ഥാനത്ത് നിന്ന് ഒഴിവാവുക? എൻ്റെ പണി പോവുക, വക്കീൽ എന്ന എൻ്റെ പണി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ അതിൽ നിന്ന് വക്കീൽ എന്ന ആ പദവിയിൽ നിന്ന് ഞാൻ ഒഴിവാകുന്ന എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ്? എനസിലിൽ വക്കീലു ബി അസിലിഹി നഫ്സഹു, സ്വന്തമായിട്ട് ഞാൻ പറയാണ് നിങ്ങളോട്, എനിക്ക് ഇനി നിങ്ങളെ വക്കീലായി തുടരാൻ താല്പര്യമില്ല, സ്വന്തമായിട്ട് ഞാൻ തന്നെ ഒഴിവായി. അല്ലെങ്കിൽ അൽ മുവക്കിൽ ഒബി മൗത്തി ഒബി അസിലിൽ മുവക്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഒഴിവാക്കി, നിങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് വക്കീലിൽ നിന്ന്. അല്ലെങ്കിൽ ഒബി മൗത്തീൻ, അല്ലെങ്കിൽ മരണം കൊണ്ട്, ഔ മജ്നൂനിൻ അഹദീമ, എനിക്കോ നിങ്ങൾക്കോ ഭ്രാന്തുണ്ടായി, അല്ലെങ്കിൽ ഞാനോ നിങ്ങളോ മരിച്ചു, എന്നാലും നിങ്ങളെ വക്കീൽ എന്ന സ്ഥാനം എൻ്റേത് തെറിച്ചു പോകും. വസവാലി മിൽക്കിൽ മുവക്കിലി, നിങ്ങളാണല്ലോ എന്നെ ഏൽപ്പിച്ചത്, നിങ്ങളുടെ അധികാരം തന്നെ അതിൽ നിന്ന് പോയി, അപ്പോൾ പിന്നെ എൻ്റെ പോകില്ലേ? നിങ്ങളത് പോയാൽ എൻ്റെതും പോവും. ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ വക്കീൽ സ്ഥാനഭ്രഷ്ടനാകും. ഇനി ബയ്യൻ വ്യക്തമാക്കാനാണ്. അല്ലുക്തത്തു, വീണ് കിട്ടുക എന്നുള്ളതല്ലേ? എന്താണ്? മാ ഉജിത മിൻ മാലിൻ, സമ്പത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടലാണ്. ലായിൻ, വീണ് പോയതിൽ നിന്ന്. മുഹ്തറമിൻ, ഒരു വിലയുള്ള സാധനം. നജസോ അല്ലെങ്കിൽ ആൾക്കാർ കണ്ടാൽ എടുക്കാത്തതോ ആയ വസ്തുവല്ല, ഒരു വിലയുള്ള ഒരു സാധനം വഴിയിൽ നിന്ന് കിട്ടലാണ് ലുക്തത്ത് എന്ന് പറയുന്നത്. 2 വസ്ബ്, കയ്യിലാക്കുക, കയ്യേറ്റം വഴി കയ്യിലാക്കുക. ഓ ഇസ്തിലാവുൻ, അധികാരത്തെ ഉപയോഗപ്പെടുത്തലാണ്. അലാ ഹക്കി വൈരിൻ, മറ്റൊരുത്തൻ്റെ അവകാശത്തിൻ്റെ മേൽ. വലോ മംഫഅത്തൻ, അത് ചെറിയ ഉപകാരമാണെങ്കിലും ശരി, മറ്റൊരാളുടെ അവകാശത്തിൻ്റെ മേലോ ഉപകാരത്തിൻ്റെ മേലോ നമ്മൾ അധികാരം ചെലുത്തി കൈയടക്കലാണ് വസ്ബ്. അനി അലി ഹിബത്ത്, ഹിബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? തെംലീക്കു ഷെയ്ൻ ബിലാ ഇവലിൻ, പകരം ഒന്നും വാങ്ങാതെ നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റുകൾക്കാണ് ഹിബത്ത് എന്ന് പറയുന്നത്. പകരം ഉണ്ടാവില്ല അവിടെ. ഗിഫ്റ്റ്, നിങ്ങൾക്ക് അങ്ങോട്ട് ഗിഫ്റ്റ് എന്നാൽ നിങ്ങൾ തിരിച്ചെന്തോണെയും തരണോ? വേണ്ടല്ലോ. ഇനി ആര്യ എന്ന് പറഞ്ഞാൽ എന്താണ്? വായ്പ. ഹി ആക്കുദുൻ, ഒരു ഇടപാടാണ്. യത്തലമ്മനു ഇബാഹത്തൽ ഇന്തിഫാ, ഈ ഉപകാരമെടുക്കുന്നതിന് അനുവദനീയമാക്കും. മാ യഹില്ലുൽ ഇന്തിഫാഉ ബിഹി, അതുകൊണ്ട് ഉപകാരമെടുക്കൽ അനുവദനീയമാണ്. ചണ്ടയോ അല്ലെങ്കിൽ അറാമായിട്ടുള്ള ഉപകരണങ്ങളോ അല്ല, ഉപകാരം എടുക്കൽ ഹലാലാണ് ഇസ്ലാമിൽ. മാ ബക്കായി ഐനിഹി, പക്ഷേ അതിൻ്റെ തടി അവിടെ അവശേഷിക്കുകയും വേണം. അപ്പോൾ തടി അവശേഷിക്കലോടുകൂടെ ഉപകാരമെടുക്കാൻ പറ്റുന്ന ഒരു വസ്തുവിൻ്റെ ഉപകാരത്തിനെ ഉടമപ്പെടുത്തി കൊടുക്കുന്ന ഇടപാടാണ് വായ്പ എന്ന് പറയുന്നത്. അതൊക്കെ വളരെ എളുപ്പമാണ്, അതിനോടുകൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ഇനി അവസാനത്തത് പരിഭാഷപ്പെടുത്താനാണ്. അറബിയും അർത്ഥവും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊരു ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിലൂടെ എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി തുടക്കം മുതൽ അവസാനം വരെ നന്നായി പഠിക്കുക. പ്രത്യേകിച്ച് അവസാനത്തെ 4 പാഠങ്ങൾ. അള്ളാഹു എല്ലാം എളുപ്പമാക്കി തരട്ടെ. കമൻറ്റിൽ ആമീൻ എഴുതുന്ന എല്ലാവർക്കും എല്ലാ വിഷയത്തിലും അള്ളാഹു താല ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഒരു ലൈക്ക് കൊടുത്തേക്കുക. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.